കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പോൾ കാക്കുക്ക് വയ്യാത്തതുകൊണ്ടാട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകണേ. അപ്പോൾ ഞങ്ങൾ ട്രെയിനിനാണ് പോയത്. അപ്പോൾ ട്രെയിൻ എടുക്കാറായിക്കണ്. അപ്പോൾ ട്രെയിന് എടുക്കുക. അപ്പം കാക്കുക്ക് ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ ട്രെയിന് എടുത്തിക്കണ്. എനിക്ക് ട്രെയിനിൽ പോകാൻ ഇഷ്ടമുണ്ടാകണ്ട, അല്ലെങ്കിൽ ഞാൻ ബസ്സിനും പിന്നെ കാറിലൊക്കെ പോകും. ഞാൻ ഉമ്മച്ചിനോട് പറഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മച്ചി പറഞ്ഞാൽ നമുക്ക് ട്രെയിനിന് പോവാമെന്ന് പറഞ്ഞത്. പിന്നെ ഇത് ഇപ്പോഴൊക്കെ സ്ലോ ആയിട്ട് പോകുന്നു. കുറച്ച് എനിക്ക് നല്ല സ്പീഡിൽ അത് പോവും. അപ്പോൾ കുറേ ഇനിയുണ്ട് കുറച്ചൊക്കെ നിലമ്പൂരിന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറിയത്. പിന്നെ നമ്മൾ അങ്ങാടിപ്പുറത്താണ് ഇറങ്ങുക. എന്നിട്ട് കാക്കുനെയും കൊണ്ട് ഞങ്ങൾ MSക്ക് പോവുകയാണ്. അപ്പോൾ ഈ ട്രെയിൻ ഇപ്പോൾ പോകണുള്ളൂ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും MSലാണ് കാണിക്കൽ. ഇപ്പോഴാണ് കേട്ടോ ട്രെയിൻ ഇപ്പം കുറച്ച് പോയപ്പോൾ നല്ല സ്പീഡിൽ എടുക്കുന്നുണ്ട് ട്രെയിന്. അപ്പോൾ ഈ ട്രെയിനിൽ പോകാൻ ഒരു രസമല്ലേ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ കാണുന്ന ട്രെയിൻ നിലമ്പൂരിക്കുള്ള ട്രെയിനാണ്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. കാക്കു പതുക്കെ പോകണുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ അങ്ങാടിപ്പുറത്ത് എത്തിക്കണ്. ഇനി ആ ട്രെയിന് പോണത് എറണാകുളത്തേക്കാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് കയറാൻ പോവുകയാണ്. ഇനി ഇവിടുന്ന് ഞങ്ങൾ നേരെ MSക്കാണ് പോകണേ. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് കയറാൻ നിൽക്കുകയാണ്. ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് കാത്ത് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറി. ഓട്ടോറിക്ഷ ഇങ്ങനെ പോകുന്നുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ വീഡിയോ ഇടാം. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോകുന്നുണ്ട്. നല്ല രസമുണ്ട് അങ്ങാടിപ്പുറ. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷ കയറി. ഞാൻ അവിടെ കുറച്ചും കൂടെ ഉള്ളൂ, അവിടെ എത്താനായിരിക്കണം ഇപ്പം. അപ്പോൾ കാക്കു നടക്കുന്നുണ്ട്. കാക്കു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇമ്മ മുന്നിൽ നടന്ന് പോകുന്നുണ്ട്. അപ്പോൾ OP ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ പോകും. ഇപ്പം പഴയ പോലെയല്ല കേട്ടോ MS. ഇപ്പം പുതിയ പോലെയാണ്. അപ്പം ഇപ്പോഴാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടായത്. ഇപ്പം കാക്കു ഡോക്ടറെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഡോക്ടറുടെ റൂമിലേക്ക് പോവുകയാണ്. അപ്പം കാക്കുൻ്റെ ഡോക്ടർ ഉള്ളത് അവിടെയാണ്. അപ്പോൾ കാക്കു അവിടെ കൊടുത്ത് അടുത്ത് ഞങ്ങൾ കാക്കുനെ അവിടെ എത്തിയാണ്ട് കുട്ടികളുടെ ഡോക്ടറടുത്തേക്ക് ഞാനും ഉമ്മച്ചും പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഈ ഡോറിന് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. കുറച്ചും കൂടി ഉള്ളൂ. ഈ റൂമിലാണ് കേട്ടോ. ഇവിടെയാണ് ഡോക്ടർ ഉള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഡോക്ടർക്ക് കൊടുക്കാനുള്ളതാണ്. എനിക്ക് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ടാട്ടോ ഡോക്ടർ കാണിക്കണത്. അപ്പോൾ നൈസാനി വന്നിട്ട് വേണം ഈ ഷീറ്റ് അവിടെ കൊടുക്കാനുള്ളത്. അപ്പം നൈസാൻ്റെ വന്നിട്ട് വേണം ഷീറ്റ് കൊടുക്കാൻ. അപ്പം നൈശാന്തി ഇപ്പം വരും. നൈശാന്തിന് നമ്മൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. നൈശാന്തി ഇപ്പം വരും. ഞാൻ നൈശാന്തിൻ്റെ ടേബിളിൽ ടിക്കറ്റ് വെച്ച്. അപ്പം നൈശാന്തി വന്നിക്കണേ. അപ്പം നൈശാന്തി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ വെയിറ്റ് ഞാൻ നോക്കി. ഒന്നും കൂടി നോക്കാൻ പറഞ്ഞു നൈശാന്തി. അപ്പം ഞാൻ വെയിറ്റ് നോക്കി. 70 കിലോനാണ് കേട്ടോ വെയിറ്റ്. അപ്പം അത് നൈശാന്തി ആ ചീട്ടിൽ എഴുതി. പിന്നെ ഞാൻ വെയിറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞ്
പിന്നെ പിന്നെ ആ ചെരുപ്പൊക്കെ ഇട്ട് ഒന്നും കൂടി നോക്കാം പിന്നെ പറഞ്ഞു. അപ്പം ഞാൻ ഒന്നും കൂടി നോക്കി. പിന്നെ നൈസാൻഡ് ചോദിച്ച് എത്രയാണ് കിട്ടിയത് ചോദിച്ച് വെയിറ്റ്. അപ്പം ഞാൻ പറഞ്ഞു 17 കിട്ടിയത് എന്ന്. പിന്നെ ഞാൻ ഉമ്മച്ചിൻ്റെ അടുത്ത് പോയി ഷീറ്റ് കൊടുത്ത്. അപ്പം ഞാൻ സമയം പോവാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ചിരിച്ചാലൊക്കെ സമയം പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ തലയിലും ചൊറിഞ്ഞൊക്കെ നിന്ന്. ഇപ്പം ഹൈറ്റ് 45 ആട്ടോ ഹൈറ്റ് ഉള്ളത്. ഞാൻ നൈസാൻ്റെ വരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എല്ലാതും നോക്കിയിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാനെൻ്റെ ഹൈറ്റ് നോക്കി. അപ്പം 45 ആട്ടോ ഉള്ളത്. അപ്പോൾ ഡോക്ടർ വരാൻ വൈകും പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയി വേഗം ചായ കുടിച്ച് അപ്പോൾ ഞങ്ങൾ ഡോക്ടറിനെ കാട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ. ഇവിടെയാണ് കാക്കുൻ്റെ ഡോക്ടർ ഉള്ളത്. എന്നിട്ട് വേണം എനിക്ക് ഡോക്ടറിനെ കാട്ടാൻ പോവാൻ. അപ്പോൾ ഡോക്ടറിനെ കാട്ടി. അപ്പോൾ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞിട്ടോ ഡോക്ടർ. അങ്ങനെ എക്സ്റേ എടുത്തിക്കണ്. അപ്പോൾ ഞാൻ പുറത്ത് ഉള്ളിൽ എക്സ്റേ കിട്ടി. ഞങ്ങൾ ഡോക്ടറിനെ കാട്ടാൻ അവിടെ എന്തൊക്കെയോ നോക്കിയാണ്. അപ്പം ഞങ്ങൾ ഡോക്ടറിനെ കാട്ടി കഴിഞ്ഞ് ഞങ്ങൾ VKMക്ക് പോവാണ്. അപ്പോൾ VKMക്ക് പോകുമ്പോൾ എന്തൊരു രസമാട്ടോ. രസമുണ്ട്. നല്ല രസമുണ്ട്. കുറേ പൂക്കൾ നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ അയിമക്കൂടെയൊക്കെ നടന്നു പോവാണ്. നിങ്ങളെ MSലുള്ള ചെടികളൊക്കെ കണ്ടോ? എന്തൊരു ഭംഗിയില്ലേ. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനെ നടന്നിങ്ങനെ പോയി. ഞങ്ങളപ്പം ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിക്കാണ്. ഇനി ഞങ്ങൾ വളാഞ്ചേരിക്കാണ് പോണത്. അപ്പം VKMക്കാണ് നമ്മൾ പോണത്. ബസ് ഇങ്ങനെ കാത്തിക്കാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത്. അപ്പം ബസ് ഞാൻ വെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ നിന്നിട്ടാ. അപ്പം അങ്ങനെ ഞങ്ങൾ ബസ് കയറി. പിന്നെ അവിടെ ഇപ്പം എത്തും. കുറച്ച് ദൂരമുള്ളൂ കേട്ടോ അങ്ങോട്ട്. അപ്പം ഞങ്ങൾ അവിടെ എത്താനായിക്കണ്. അപ്പം ഞങ്ങൾ ബസ്സിൽ കയറി ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. കുറേയൊക്കെ കാണാൻ ഇഷ്ടപ്പെട്ട്. അപ്പം ഞങ്ങൾ മജലീസിൻ്റെ അവിടെയാണ് ഇറങ്ങാൻ പോണേ. കാക്കു ബാക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കാക്കുക്ക് വേഗം ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്താനായി. ഇപ്പം ഞങ്ങൾ VKMലെത്തി. ഇപ്പം ഞങ്ങൾ VKMൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ കാക്കു അവിടെ ഇരിക്കുകയാണ്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ സാറ് ഇപ്പം വിളിക്കും പറഞ്ഞ്. അപ്പോൾ കാക്കു അവിടെ ഇരുന്ന് ഫോണിൽ കളിച്ചപ്പോൾ ഞാൻ വേഗം പാർക്കൊക്കെ പോയി കളിച്ചു. നല്ല രസമല്ലേ പാർക്കാട്ടോ ഇത്. നല്ല രസം. ഞാൻ പിന്നെ അവിടുന്ന് കുറേ സമയം കഴിഞ്ഞിട്ടോ വന്നത്. കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്ന്. കാക്കുവിൻ്റെ പോലത്തെ കുറേ കുട്ടികളുണ്ട് കേട്ടോ. അവർ നടക്കാത്ത. കാക്കു പണ്ടൊന്നും നടക്കൂലേന്. പിന്നെ ആ കുട്ടീനെ പോലെ പിന്നെയാണ് നടക്കാൻ തുടങ്ങിയത്. അപ്പം നടന്ന് ആ കുട്ടി പോവുന്നുണ്ട്. അപ്പോൾ കാക്ക അവിടെ ഫോണിൽ കളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പാർക്കൊക്കെ പോയി. പാർക്ക് കാണാൻ നല്ല രസമാട്ടോ. അപ്പോൾ ഇതാണ് പാർക്ക്. അപ്പോൾ ഇത് സ്ലൈഡ് ഉണ്ട്. പിന്നെ അവിടെ അവിടെ ഒരു കുതിര. അതിന്മേൽ ഇരുന്ന് നമുക്ക് ഇങ്ങനെ ആടാം. പിന്നെ ജിമ്മിലുള്ള പോലത്തെ പാലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാർക്കാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർക്ക് വൈകുന്നേരം കളിക്കാനുള്ള പാർക്കാണ് അപ്പോൾ ഇത്. അപ്പോൾ ഞാൻ അവിടെ കുറേ നേരം കളിച്ചു. നല്ല നടക്കാൻ വയ്യാത്ത കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത്.
പിന്നെ ആ എല്ലാത്തും കയറി നല്ല രസമാണ്. പാലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഡോക്ടറിനെ കാട്ടി VKMക്ക് പോയി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ ഞങ്ങൾ അപ്പോഴത്തേന് ഞങ്ങൾ ട്രെയിന് പോയിട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾ ലേറ്റായി ഫുഡ് കഴിച്ചപ്പോഴത്തേന്. അപ്പോൾ ഞങ്ങൾ കഴിച്ചത് നെയ്ച്ചോറും പിന്നെ ചിക്കനും. പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷക്ക് കയറി. പിന്നെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി. അവിടുന്ന് വേഗം പോയി ബസ്സിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ പോയി. പിന്നെ ഞങ്ങൾ വീട്ടിലെത്താറായിട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതേ വീഡിയോയിൽ കൊണ്ടുവരാം കേട്ടോ. പിന്നെ വേണ്ട വിശേഷങ്ങളായിട്ട് പിന്നെ ഞങ്ങൾ വരണ്ടേ. അസ്സലാമു അലൈക്കും.